മഹാഭാരതത്തിലെ ശക്തനും ദുരന്ത നായകനുമായ കർണൻ സൂര്യദേവന്റെയും കുന്തിയുടെയും പുത്രനാണ്. വിവാഹിതയല്ലാത്തതിനാൽ കുന്തി അദ്ദേഹത്തെ നദിയിലൊഴുക്കുകയും സൂതനായ അതിരഥനും രാധയും ചേർന്ന് വളർത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സൂതപുത്രൻ എന്നറിയപ്പെട്ടു. അർജുനനോളം മികച്ച വില്ലാളിയാകാൻ ആഗ്രഹിച്ച കർണന് സൂതനായതുകൊണ്ട് ദ്രോണാചാര്യരിൽ നിന്ന് വിദ്യ നിഷേധിക്കപ്പെട്ടു. പിന്നീട് ബ്രാഹ്മണനാണെന്ന് നുണ പറഞ്ഞ് പരശുരാമനിൽ നിന്ന് വിദ്യ നേടി. എന്നാൽ പിന്നീട് സത്യം വെളിപ്പെട്ടപ്പോൾ പരശുരാമൻ യുദ്ധത്തിൽ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് വിദ്യ മറന്നുപോകട്ടെ എന്ന് ശപിച്ചു. പാണ്ഡവരുമായുള്ള മത്സരത്തിൽ കർണനെ ദുര്യോധനൻ അംഗരാജാവാക്കി. ഈ സ്നേഹത്തിന് പ്രതിഫലമായി ജീവിതാവസാനം വരെ ദുര്യോധനനോട് വിശ്വസ്തനായിരിക്കുമെന്ന് കർണൻ പ്രതിജ്ഞയെടുത്തു. കർണന്റെ ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ അദ്ദേഹത്തെ അജേയനാക്കിയിരുന്നു. അർജുനന് വേണ്ടി ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഇന്ദ്രന് തന്റെ ജീവൻ പോലും സംരക്ഷിക്കുന്ന കവചകുണ്ടലങ്ങൾ വാക്കുപാലിച്ച് കർണൻ ദാനം ചെയ്തു. പകരമായി ഇന്ദ്രൻ ഏകാഗ്നി എന്ന വേൽ നൽകി. കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് കുന്തിയും കൃഷ്ണനും കർണന്റെ യഥാർത്ഥ മാതാപിതാക്കളെ വെളിപ്പെടുത്തി പാണ്ഡവരുടെ പക്ഷത്ത് ചേരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ദുര്യോധനനോടുള്ള വിശ്വസ്തത കാരണം അദ്ദേഹം കൗരവപക്ഷത്ത് തന്നെ നിന്നു. യുദ്ധത്തിൽ കർണൻ അതിശക്തമായി പോരാടി. എന്നാൽ അർജുനനുമായുള്ള യുദ്ധത്തിൽ പരശുരാമന്റെ ശാപം കാരണം രഥത്തിന്റെ ചക്രം മണ്ണിൽ താഴ്ന്നു പോവുകയും വിദ്യ മറന്നുപോവുകയും ചെയ്തു. ഈ സമയം അർജുനൻ അദ്ദേഹത്തെ വധിച്ചു. ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും സാഹചര്യങ്ങളും വിധിയും കാരണം ദുര്യോധനനോടൊപ്പം നിൽക്കേണ്ടി വന്ന ദാനശീലനും വാക്കുപാലിക്കുന്നതിനുമായ ഒരു മഹാനായ യോദ്ധാവായിരുന്നു കർണൻ. സമൂഹത്തിൽ നിന്ന് നേരിട്ട അവഗണന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കി.